2026 ജനുവരി 19 ലോകം പതിവ് പോലെ തിരക്കിലായിരുന്നു. കോടിക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലും കമ്പ്യൂട്ടറുകളിലും ഇൻ്റർനെറ്റിലുമായി ആഴ്ന്നിരിക്കുന്ന ഒരു സാധാരണ ദിവസം. പുറമേ എല്ലാം ശാന്തമായിരുന്നു. പക്ഷേ ആകാശത്തിനപ്പുറത്ത് നമ്മൾ പോലും അറിയാതെ ഒരു നിശബ്ദമായ കടന്നാക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ചില രാജ്യങ്ങളിൽ നിന്നായി സ്പേസ് വെതർ അലർട്ടുകളും അസാധാരണമായ ടെക്നിക്കൽ റിപ്പോർട്ടുകളും വരാൻ തുടങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ GPS സിഗ്നലുകളുടെ കൃത്യതയിൽ താൽക്കാലികമായ താളപ്പിഴയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആകാശത്തിൻ്റെ ചില കോണുകളിൽ അസാധാരണമായ ചുവപ്പ് നിറത്തിൽ ഓറോറാസ് പ്രത്യക്ഷപ്പെടുന്നു. നാം കെട്ടിപ്പടുത്ത ഈ ഡിജിറ്റൽ സാമ്രാജ്യം എത്രത്തോളം സെൻസിറ്റീവ് ആണെന്ന് സെക്കൻഡുകൾ നീണ്ടുനിന്ന ഈ ചെറിയ തടസ്സങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ പ്ലോട്ടല്ല. ഇതിലും വലിയൊരു ദുരന്തം 1859 ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ടെലിഗ്രാഫ് മെഷീനുകൾ തനിയെ പ്രവർത്തിക്കുകയും കമ്പികൾക്ക് തീ പിടിക്കുകയും ചെയ്തു. അന്ന് പക്ഷേ നമുക്ക് തകരാൻ ഒരു ഡിജിറ്റൽ വേൾഡ് ഉണ്ടായിരുന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ആധുനിക മനുഷ്യ നാഗരികതയുടെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സൂര്യന് സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്ന ചരിത്ര സംഭവം, ദ കാരിങ്ടൺ ഇവൻറ്റ്. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. സൂര്യനെ കാണുമ്പോൾ അതൊരു ഉറച്ച ഗോളമാണെന്ന് തോന്നും. എന്നും കൃത്യസമയത്തുദിക്കുന്ന ഒരു സ്റ്റേബിൾ സ്റ്റാർ. എന്നാൽ ഫിസിക്സ് പറയുന്നത് മറ്റൊന്നാണ്. സൂര്യൻ ഒരു സോളിഡ് സ്പിയർ അല്ല, അത് പ്ലാസ്മയാണ്. ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോണുകൾ വേർപെട്ടു മാറുന്ന അത്രയും ഉയർന്ന താപനിലയിലുള്ള ഒരു വാതകാവസ്ഥ. ഈ പ്ലാസ്മയ്ക്ക് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് അത്ഭുതകരമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടക്റ്റീവ് ഫ്ലൂയിഡ് എവിടെയുണ്ടോ അവിടെ ഇലക്ട്രിക്കൽ കറൻറ്റുകളും മാഗ്നറ്റിക് ഫീൽഡ്സും രൂപപ്പെടുന്നു. സൂര്യൻ്റെ ഉള്ളിൽ ഊർജ്ജം പുറത്തേക്ക് പ്രവഹിക്കുന്നത് കൺവെക്ഷൻ വഴിയാണ്. അതായത് ചൂടുള്ള പ്ലാസ്മ മുകളിലേക്ക് വരുന്നു, തണുത്തത് താഴേക്ക് പോകുന്നു. ഇതിനൊപ്പം സൂര്യൻ കറങ്ങുക കൂടി ചെയ്യുമ്പോൾ അതൊരു ഭീമാകാരമായ ജനറേറ്റർ പോലെ പ്രവർത്തിക്കുന്നു. ഫിസിക്സിൽ ഇതിനെ ഡൈനാമോ എന്ന് വിളിക്കും. ഈ ഡൈനാമോയാണ് സൂര്യൻ്റെ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ്സിനെ സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഒരേ നിരപ്പിലല്ല കിടക്കുന്നത്. അത് വലിയ ലൂപ്സായും കെട്ടുകളായും സൂര്യൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നു. നമ്മൾ കാണുന്ന സൺസ്പോട്ട്സ് യഥാർത്ഥത്തിൽ സൂര്യനിലെ ദ്വാരങ്ങളല്ല. അവിടെ മാഗ്നറ്റിക് ഫീൽഡ്സ് അതിശക്തമായി കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് താഴെ നിന്നുള്ള ചൂടിനെ തടയുന്നു. അതുകൊണ്ടാണ് ആ ഭാഗം ചുറ്റുമുള്ളതിനേക്കാൾ ഇരുണ്ടതും തണുത്തതുമായി കാണപ്പെടുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഫിസിക്സ് മാറുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ്സ് ഊർജ്ജം സംഭരിച്ചു വയ്ക്കുന്നു. ഒരു റബ്ബർ ബാൻഡ് വലിഞ്ഞു മുറുകുമ്പോൾ എങ്ങനെയാണോ അതിൽ ടെൻഷൻ കൂടുന്നത്, അതുപോലെ മാസങ്ങളോളം, ചിലപ്പോൾ വർഷങ്ങളോളം ഈ ഫീൽഡ് ലൈനുകളിൽ ഊർജ്ജം ലോക്ക് ചെയ്യപ്പെടുന്നു. ഒടുവിൽ ആ ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുന്നത് ഒരു പൊട്ടിത്തെറിയിലൂടെയാണ്. അതിനെ മാഗ്നറ്റിക് റീകണക്ഷൻ എന്ന് വിളിക്കും. വലിഞ്ഞു മുറുകിയ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പൊട്ടി വേറൊരു രൂപത്തിൽ ചേരുന്ന നിമിഷം. ആ നിമിഷം കോടിക്കണക്കിന് ടൺ പ്ലാസ്മയും റേഡിയേഷനും പുറത്തേക്ക് തെറിക്കുന്നു. ഇതാണ് സോളാർ ഫ്ലെയർസും കൊറോണൽ മാസ് ഇജക്ഷൻസും. ഇത് ഇന്ധനം കത്തുന്നതല്ല, മറിച്ച് കാന്തിക ഊർജ്ജം ചലനമായി മാറുന്നതാണ്. എന്തുകൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ സൂര്യൻ ഇങ്ങനെ പെരുമാറുന്നത്? ഇതിന് പിന്നിലൊരു പാറ്റേൺ ഉണ്ട്. സൂര്യൻ ഒരു പന്ത് പോലെ ഒറ്റയടിക്കല്ല കറങ്ങുന്നത്. അതിൻ്റെ മധ്യഭാഗം ധ്രുവങ്ങളെക്കാൾ വേഗത്തിൽ കറങ്ങുന്നു. ഇതിനെ ഡിഫറൻഷ്യൽ റൊട്ടേഷൻ എന്ന് വിളിക്കും. ഈ വേഗത വ്യത്യാസം സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സിനെ വരിഞ്ഞു മുറുക്കുന്നു. വർഷങ്ങൾ കഴിയുന്തോറും നേരെ നിൽക്കുന്ന ഫീൽഡ് ലൈനുകൾ കെട്ടുപിടഞ്ഞ് വക്രീകരിക്കപ്പെടുന്നു. ഇതാണ് സൂര്യൻ്റെ എനർജി ലോഡിംഗ് പ്രോസസ്സ്. സൂര്യൻ്റെ ഉപരിതലത്തിന് താഴെ സോളാർ ഡൈനാമോ ഈ മാഗ്നറ്റിക് ഫീൽഡുകളെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 11 വർഷം കൂടുമ്പോൾ ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ഇതാണ് സോളാർ സൈക്കിൾ. ഇതിൽ സോളാർ മിനിമം ഉള്ളപ്പോൾ സൂര്യൻ ശാന്തനാണ്, സൺസ്പോട്ട്സ് കുറവായിരിക്കും. എന്നാൽ സോളാർ മാക്സിമം എത്തുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. കാന്തിക മണ്ഡലം ഏറ്റവും സങ്കീർണമാകുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എത്രത്തോളം പിരിമുറുക്കത്തിലാണോ അത്രത്തോളം അത് അസ്ഥിരമായിരിക്കും. സോളാർ മാക്സിമം എന്ന ഘട്ടത്തിൽ വെറുതെ പൊട്ടിത്തെറികൾ കൂടുക മാത്രമല്ല ചെയ്യുന്നത്, ഭൂമിക്ക് നേരെ വലിയ ഊർജ്ജം തൊടുത്തുവിടാനുള്ള സാധ്യതകളും കൂടുന്നു. 2025-26 കാലഘട്ടം ഇത്തരമൊരു സോളാർ മാക്സിമം ഫേസിലാണ്. ഇതൊരു ദിവസമല്ല, മറിച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവാണ്. അതുകൊണ്ടാണ് ഈ വർഷങ്ങളിൽ വലിയ സോളാർ സ്റ്റോംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂര്യൻ ഇപ്പോൾ ഹൈ എനർജി മോഡിലാണ്. പക്ഷേ ഈ എനർജി ഭൂമിയെ ബാധിക്കണമെങ്കിൽ അതിനൊരു താക്കോൽ വേണം. ആ മാഗ്നറ്റിക് എനർജി എങ്ങനെയാണ് നമ്മുടെ സുരക്ഷാ കവചം തകർക്കുന്നത്? ഒരു വലിയ സോളാർ സ്റ്റോമിനെ മനസ്സിലാക്കണമെങ്കിൽ സൂര്യൻ ഒരു നക്ഷത്രമായി കാണുന്നതിന് പകരം അതിനെ ഒരു പവർ സിസ്റ്റമായി കാണണം. കാന്തിക രൂപത്തിൽ ഊർജ്ജം സ്റ്റോർ ചെയ്തു വയ്ക്കാനും പെട്ടെന്നത് ഡിസ്ചാർജ് ചെയ്യാനും കഴിവുള്ള ഒരു ഭീമൻ ബാറ്ററി. ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്? ഇതിൻ്റെ പ്രധാന കാരണം സൂര്യൻ്റെ ഉപരിതലം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സൂര്യൻ്റെ പുറം ഭാഗം ഒരു കൺവെക്ഷൻ സോണാണ്. പക്ഷേ ഈ ചലനം അത്ര ലളിതമല്ല.
10,000-കണക്കിന് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്ലാസ്മ പ്രവാഹം അതിനോടൊപ്പം സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് ലൈൻസിനെയും വഹിച്ചുകൊണ്ട് പോകുന്നു. കാരണം വൈദ്യുതി കടത്തിവിടുന്ന പ്ലാസ്മയിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉറച്ചുപോയ അവസ്ഥയിലായിരിക്കും. പ്ലാസ്മ എങ്ങോട്ട് നീങ്ങുന്നോ മാഗ്നറ്റിക് ഫീൽഡും അങ്ങോട്ട് നീങ്ങും. അതിനൊപ്പം സൂര്യൻ്റെ കറക്കം കൂടി ചേരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകുന്നു. സൂര്യൻ്റെ മധ്യഭാഗം ധ്രുവങ്ങളെക്കാൾ വേഗത്തിൽ കറങ്ങുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വലിഞ്ഞു നീളുന്നു. ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ഈ വലിഞ്ഞു മുറുകൾ ഫീൽഡ് ലൈനുകളെ കൂടുതൽ പിരിമുറുക്കത്തിലാക്കുന്നു. സൂര്യൻ്റെ ഉള്ളിൽ ടാക്കോ ലൈൻ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക പാളിയുണ്ട്. ഇവിടെയാണ് സോളാർ ഡൈനാമോ പ്രവർത്തിക്കുന്നത്. ചലിക്കുന്ന ഒരു കണ്ടക്ടറും കറക്കവും ചേർന്നാൽ വൈദ്യുതി ഉണ്ടാകുന്നതുപോലെ ഇവിടെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡുകൾ നിർമ്മിക്കപ്പെടുന്നു. ഈ ഫീൽഡുകൾ വലിയ ലൂപ്സായി സൂര്യൻ്റെ ഉപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നു. പക്ഷേ പുറത്തു വന്നാലും ഇവ വെറുതെ ഇരിക്കുന്നില്ല. ഉപരിതലത്തിലെ ചലനങ്ങൾ കാരണം ഇവ വീണ്ടും വീണ്ടും പിരിമുറുക്കത്തിലാകുന്നു. അതായത് പുറമേ വലിയ മാറ്റങ്ങളൊന്നും കാണിക്കാതെ തന്നെ സൂര്യന് ഭീമമായ അളവിൽ ഊർജ്ജം ഉള്ളിൽ സംഭരിക്കാൻ കഴിയും. ഇത് ചൂടായിട്ടല്ല, മറിച്ച് മാഗ്നറ്റിക് ടെൻഷനായിട്ടാണ് കൊറോണയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ സൂര്യൻ തൻ്റെ ഉപരിതലത്തിന് മുകളിൽ അദൃശ്യമായ ഒരു സ്പ്രിംഗ് ചാർജ് ചെയ്തു വയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡുകൾ ഊർജ്ജം വഹിക്കുന്നവയാണ്. അത് നേരെയാണെങ്കിൽ ഊർജ്ജം കുറവായിരിക്കും. എന്നാൽ അത് പിരിയുകയും കെട്ടുപിടയുകയും ചെയ്യുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഊർജ്ജം കൂടും. ഇതൊരു റബ്ബർ ബാൻഡ് ഉദാഹരണമല്ല, ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് പ്രഷറും ടെൻഷനുമുണ്ട്. കൊറോണയിൽ ഈ ബലങ്ങളാണ് പ്ലാസ്മയെ പിടിച്ചു നിർത്തുന്നത്. സൂര്യനിൽ കാണുന്ന ആക്റ്റീവ് റീജിയൻസ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഊർജ്ജം നിറഞ്ഞ മാഗ്നറ്റിക് സ്ട്രക്ചേഴ്സാണ്. രണ്ട് വിപരീത ധ്രുവങ്ങളിലുള്ള സൺസ്പോട്ട്സ് അടുത്തു വരുമ്പോൾ അവയ്ക്കിടയിലുള്ള സ്ഥലം വളഞ്ഞ മാഗ്നറ്റിക് ലൂപ്പുകൾ കൊണ്ട് നിറയുന്നു. പുതിയ മാഗ്നറ്റിക് ഫ്ലക്സ് താഴെ നിന്ന് ഉയർന്നു വരികയോ ഉപരിതലത്തിലെ ചലനങ്ങൾ കാരണം ഈ ലൂപ്പുകളുടെ അടിഭാഗം വിപരീത ദിശയിലേക്ക് നീങ്ങുകയോ ചെയ്യുമ്പോൾ ഈ കെട്ടുകൾ കൂടുതൽ മുറുകുന്നു. ഇതിനെ ഹെലിസിറ്റി എന്ന് വിളിക്കും. അതായത് എത്രത്തോളം ആ ഫീൽഡ് പിരിയുന്നു എന്നതിൻ്റെ അളവ്. ഇവിടെയാണ് വലിയ അപകടങ്ങൾക്കുള്ള സാധ്യത തെളിയുന്നത്. ആയുധം എന്നത് ആ പ്ലാസ്മയല്ല, മറിച്ച് ആ സ്ട്രെസ് നിറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഊർജ്ജമാണ്. കോടിക്കണക്കിന് അണുബോംബുകൾക്ക് തുല്യമായ ഊർജ്ജം അവിടെ മാഗ്നറ്റിക് ടെൻഷൻ്റെ രൂപത്തിൽ തങ്ങി നിൽക്കുന്നു. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കാര്യം സൂര്യൻ്റെ കൊറോണ അടച്ചുപൂട്ടിയൊരു പാത്രമല്ല എന്നതാണ്. ഈ മാഗ്നറ്റിക് ഘടനയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടാൽ അത് പൊട്ടിത്തെറിച്ച് ആ ഫീൽഡിനെയും പ്ലാസ്മയെയും ബഹിരാകാശത്തേക്ക് എറിഞ്ഞെന്നു വരാം. അതാണ് കൊറോണൽ മാസ് ഇജക്ഷൻ്റെ അടിസ്ഥാനം. എങ്ങനെയാണ് ഈ ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുന്നത്? അതിൻ്റെ പേരാണ് മാഗ്നറ്റിക് റീകണക്ഷൻ. സാധാരണഗതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾക്ക് പരസ്പരം മുറിച്ചു കടക്കാൻ കഴിയില്ല. എന്നാൽ സൂര്യൻ്റെ കൊറോണയിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിപരീത ദിശയിലുള്ള ഫീൽഡ് ലൈനുകൾ അടുത്തു വരുമ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടി പൊട്ടി വേറൊരു രൂപത്തിൽ ചേരുന്നു. ഉയർന്ന ഊർജ്ജമുള്ള അവസ്ഥയിൽ നിന്ന് സിസ്റ്റം പെട്ടെന്ന് താഴ്ന്ന ഊർജ്ജ നിലയിലേക്ക് മാറുന്ന നിമിഷമാണിത്. ഈ മാറ്റം ഭീമമായ ഊർജ്ജത്തെ ഒരേ സമയം 3 രൂപത്തിലാണ് പുറന്തള്ളുന്നത്. ആദ്യത്തേത് സോളാർ ഫ്ലെയർ ആണ്. ഇലക്ട്രോണുകൾ അതിവേഗത്തിൽ സഞ്ചരിച്ച് പ്ലാസ്മയെ ചൂടാക്കുന്നു. ഇത് എക്സ്റേ ആയും അൾട്രാവയലറ്റ് ആയും പുറത്തു വരുന്നു. ഇത് പ്രകാശവേഗതയിൽ സഞ്ചരിച്ച് വെറും 8 മിനിറ്റ് കൊണ്ട് ഭൂമിയിലെത്തുന്നു. ഇത് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം. അടുത്തത് കൊറോണൽ മാസ് ഇജക്ഷൻ. റീകണക്ഷൻ നടക്കുമ്പോൾ ആ മാഗ്നറ്റിക് ഘടനയുടെ ഒരു ഭാഗം പ്ലാസ്മയോടൊപ്പം ബഹിരാകാശത്തേക്ക് തെറിക്കുന്നു. ഇതാണ് CME. ഫ്ലെയർ എന്നത് റേഡിയേഷൻ ആണെങ്കിൽ CME എന്നത് പ്ലാസ്മയും മാഗ്നറ്റിക് ഫീൽഡും അടങ്ങിയൊരു മേഘമാണ്. അവസാനത്തേത് പാർട്ടിക്കിൾ സ്റ്റോംസ്. ഈ സ്ഫോടനത്തിൽ പ്രോട്ടോണുകളും അയോണുകളും അതിവേഗത്തിൽ ചിതറുന്നു. ഇവ CMEയേക്കാൾ വേഗത്തിൽ, ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഭൂമിയിലെത്താം. ബഹിരാകാശ സഞ്ചാരികൾക്കും സാറ്റലൈറ്റുകൾക്കും ഇത് വലിയ ഭീഷണിയാണ്. എല്ലാ കൊറോണൽ മാസ് ഇജക്ഷനും ഭൂമിക്ക് അപകടകാരിയല്ല. ഇത് ഭൂമിക്ക് നേരെ വരണം. അതിന് നല്ല വേഗതയും സാന്ദ്രതയും വേണം. ഏറ്റവും പ്രധാനം അത് വഹിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി ചേർന്ന് പോകുന്നതായിരിക്കണം. ഈ കപ്ലിംഗ് ആണ് ഒരു സാധാരണ അറോറ കാഴ്ചയും ഒരു കാരിങ്ടൺ ലെവൽ ഇവൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനിയാണ് നമ്മൾ അന്വേഷണത്തിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഭൂമിയുടെ സുരക്ഷാ കവചം, അതായത് നമ്മുടെ മാഗ്നറ്റോസ്ഫിയർ, അതെങ്ങനെ തകരുന്നു? സൂര്യൻ്റെ ഈ ആക്രമണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ഒരു കവചമുണ്ട്, മാഗ്നറ്റോസ്ഫിയർ. ഭൂമിയുടെ ഉൾക്കാമ്പിലുള്ള തിളച്ചുമറയുന്ന ദ്രാവക ലോകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്. സൂര്യനിൽ നിന്നുള്ള ചാർജ് ചെയ്ത കണങ്ങൾ, അതായത് സോളാർ വിൻഡ്, നേരിട്ട് വന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇടിക്കുകയല്ല ചെയ്യുന്നത്. അതാദ്യം ഭൂമിയുടെ ഈ മാഗ്നറ്റിക് ഷീൽഡിലാണ് തട്ടുന്നത്. സൂര്യൻ അഭിമുഖമായുള്ള ഭാഗത്ത് ഒരു ബോ ഷോക്ക് രൂപപ്പെടുന്നു. സോളാർ വിൻഡിനെ തടുത്തു നിർത്തി വശങ്ങളിലൂടെ വഴിതിരിച്ചു വിടുകയും ചെയ്യുന്നു. ഈ കവചമില്ലായിരുന്നെങ്കിൽ സൗരക്കാറ്റ് അന്തരീക്ഷത്തെ കൂടുതലായി ക്ഷയിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുമായിരുന്നു.
സാധാരണഗതിയിൽ അത് വളരെ സ്റ്റേബിളാണ്. ചാർജ് ചെയ്ത കണങ്ങൾ മാഗ്നറ്റിക് പോൾസിലേക്ക് വഴിതിരിച്ച് വിടപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ മനോഹരമായ ഔറോറാസ്, അതായത് ധ്രുവദീപ്തി കാണുന്നത്. ശരിക്കും അതൊരു അപകടം ഒഴിവാക്കപ്പെട്ടതിൻ്റെ ദൃശ്യമാണ്. പക്ഷേ ഈ കവചം ഒരു ഉറച്ച മതിലല്ല, അതൊരു മാഗ്നറ്റിക് സ്ട്രക്ചറാണ്. കൃത്യമായ രീതിയിൽ ബലം പ്രയോഗിച്ചാൽ അത് തുറക്കാൻ കഴിയും. ഈ കവചം തുറക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ബഹിരാകാശത്തെ ആ ഊർജ്ജം ഭൂമിയുടെ മാഗ്നെറ്റോ ടൈലിലേക്ക് പ്രവഹിക്കും. അവിടെ നിന്ന് അതിശക്തമായ ഇലക്ട്രിക്കൽ കറൻറ്റുകളായി ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരും. ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. മാഗ്നറ്റിക് ഫീൽഡിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമ്പോൾ അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ആകാശത്ത് നടക്കുന്ന ഈ മാറ്റം താഴെ ഭൂമിയിലുള്ള പവർ ഗ്രിഡുകളിലും പൈപ്പ് ലൈനുകളിലും അനാവശ്യമായ വൈദ്യുതി പ്രവഹിക്കാൻ കാരണമാകുന്നു. ഒരു CME വരുന്നു എന്നതല്ല അപകടം, ആ CME ഭൂമിയുടെ കവചം ഭേദിക്കുമോ എന്നതാണ് ചോദ്യം. അതിനൊരു താക്കോലുണ്ടെന്ന് പറഞ്ഞുവല്ലോ. എങ്ങനെയാണ് ഈ സുരക്ഷാ കവചം തകരുന്നത്? അതിനൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, മാഗ്നറ്റിക് ഓറിയൻറ്റേഷൻ. ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് തെക്ക് നിന്ന് വടക്കോട്ടാണ്. സൂര്യനിൽ നിന്ന് വരുന്ന CMEയുടെ മാഗ്നറ്റിക് ഫീൽഡും വടക്കോട്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഒരേ ദിശയിലുള്ള മാഗ്നറ്റിക് പോൾസ് വികർഷിക്കും. അതുകൊണ്ട് ആ സോളാർ വിൻഡ് തട്ടിത്തെറിച്ചു പോകും. പക്ഷേ വരുന്ന CMEയുടെ മാഗ്നറ്റിക് ഫീൽഡ് തെക്കോട്ടാണെങ്കിലോ വിപരീത ദിശയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് തമ്മിൽ ആകർഷിക്കും. ഇവിടെ അവ തമ്മിൽ റീകണക്ട് ചെയ്യുന്നു. ഇതൊരു വെറും കൂടിച്ചേരലല്ല. സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഭൂമിയുടെ ഫീൽഡുമായി നേരിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നു. ഇതൊരു ഹൈവേ തുറക്കുന്നത് പോലെയാണ്. അതുവരെ തടുത്തു നിർത്തിയ സൗരോർജ്ജം നേരെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇരച്ചു കയറുന്നു. ഈ ഊർജ്ജം അന്തരീക്ഷത്തിൽ വലിയ ഇലക്ട്രിക്കൽ കറണ്ടുകൾ ഉണ്ടാകുന്നു. ഇത് ഭൂമിയിലുള്ള നീളമേറിയ കമ്പികളിൽ, അതായത് പവർ ലൈനുകളിലും റെയിൽവേ സിഗ്നലുകളിലും അമിതമായി വൈദ്യുതി നിറയ്ക്കുന്നു. ഇതിനൊപ്പം ആ CMEയുടെ വേഗതയും സാന്ദ്രതയും കൂടി ചേർന്നാൽ ആഘാതം ഇരട്ടിയാകും. വേഗതയേറിയ CME ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്സിനെ ശക്തമായി കംപ്രസ് ചെയ്യുന്നു. ഏറ്റവും അപകടകരമായ അവസ്ഥ ഇതാണ്. ഭൂമിക്ക് നേരെ വരുന്ന അതിവേഗത്തിലുള്ള ഒരു CME, അതിനുള്ളിൽ ശക്തമായ സൗത്ത്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ആ ലോക്ക് പീക്ക്. നമുക്ക് CME വരുന്ന സമയം പ്രവചിക്കാൻ കഴിയും. പക്ഷേ അതിൻ്റെ കൈവശം ആ താക്കോലുണ്ടോ എന്നറിയാൻ അത് ഭൂമിയുടെ തൊട്ടടുത്തെത്തുന്നത് വരെ കാത്തിരിക്കണം. അതായത് വലിയൊരു ദുരന്തത്തിന് മുൻപ് നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് സമയം വളരെ കുറവായിരിക്കും. 1859 സംഭവിച്ചത് ഇതായിരുന്നു. വെറുമൊരു സോളാർ സ്റ്റോം ആയിരുന്നില്ല അത്. കൃത്യമായ താക്കോൽ ഉപയോഗിച്ച് ഭൂമിയുടെ മാഗ്നറ്റിക് ഷീൽഡ് തുറക്കുന്ന ഒരു ആക്രമണമായിരുന്നു അത്. 1859 സെപ്റ്റംബർ 1 ബ്രിട്ടീഷ് വാനനിരീക്ഷകനായ റിച്ചാർഡ് കാരിങ്ടൺ തൻ്റെ ടെലിസ്കോപ്പിലൂടെ സൂര്യനെ നിരീക്ഷിക്കുകയായിരുന്നു. പെട്ടെന്ന് സൂര്യനിൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശബിന്ദുക്കൾ പ്രത്യക്ഷപ്പെടുന്നു. അതൊരു വൈറ്റ് ലൈറ്റ് സോളാർ ഫ്ലെയർ ആയിരുന്നു. ആ ഫ്ലെയറിന് ശേഷം സംഭവിച്ചത് ചരിത്രമാണ്. സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ഒരു പ്ലാസ്മ മേഘം വെറും 17 മണിക്കൂർ കൊണ്ട് ഭൂമിയിലെത്തി. സാധാരണ 3-4 ദിവസം എടുക്കുന്ന യാത്രയാണിത്. ഇതിനർത്ഥം ആ CMEക്ക് അവിശ്വസനീയമായ വേഗതയുണ്ടായിരുന്നു എന്നാണ്. അന്നത്തെ ലോകം ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് സംവിധാനം ടെലിഗ്രാഫായിരുന്നു. പക്ഷേ ആ പ്രഭാവം ഭീകരമായിരുന്നു. ടെലിഗ്രാഫ് ഓപ്പറേറ്റർമാർക്ക് മെഷീനുകളിൽ നിന്ന് ഷോക്കേറ്റു. പലയിടത്തും സ്പാർക്കുകൾ കാരണം തീപിടുത്തമുണ്ടായി. ഏറ്റവും വിചിത്രമായ കാര്യം, പേടിച്ചരണ്ട ഓപ്പറേറ്റർമാർ വൈദ്യുതി വിച്ഛേദിപ്പിച്ചതിന് ശേഷവും അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ അമിത വൈദ്യുതിയിലൂടെ ടെലിഗ്രാഫ് മെഷീനുകൾ തനിയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സാധാരണ ധ്രുവപ്രദേശങ്ങളിൽ മാത്രം കാണാറുള്ള ഔറോറകൾ ക്യൂബ പോലുള്ള വളരെ താഴ്ന്ന അക്ഷാംശങ്ങളിൽ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാത്രിയിൽ പത്രം വായിക്കാൻ കഴിയുന്നത്ര വെളിച്ചം ആകാശത്തുണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഇതൊരു എക്സ്ട്രീം ജിയോ മാഗ്നറ്റിക് സ്റ്റോം ആയിരുന്നു. അതിവേഗത്തിൽ വന്ന ഒരു CME ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡുമായി കൃത്യമായി ലോക്ക് ചെയ്തു. അന്ന് നമുക്ക് നഷ്ടപ്പെടാൻ കുറച്ച് ടെലിഗ്രാഫ് കമ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വയറുകളാലും ചിപ്പുകളാലും ബന്ധിപ്പിക്കപ്പെട്ട ഒരു ലോകത്താണ്. എന്തുകൊണ്ടാണ് കാരിങ്ടൺ ഇവൻ്റ് ഇത്രയും വലിയൊരു സംഭവമായി മാറിയത്? വെറും ഒരു വലിയ പൊട്ടിത്തെറി ആയതുകൊണ്ടല്ല അത്, മറിച്ച് ഭൂമിയെ ആക്രമിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ഒത്തുവന്ന ഒരു റെയർ അലൈൻമെൻ്റ് ആയിരുന്നു അത്. ഒന്നാമത്തെ കാരണം കപ്ലിംഗ് എഫിഷ്യൻസി. നമ്മൾ നേരത്തെ പറഞ്ഞ ആ താക്കോൽ, ആ CMEക്കുള്ളിലെ സൗത്ത്വേർഡ് മാഗ്നറ്റിക് ഫീൽഡ് വളരെ ശക്തമായിരുന്നു. അത് ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയറിനെ വെറുതെ തട്ടുകയല്ല ചെയ്തത്, മറിച്ച് അതിനെ തുറന്നിട്ടു. തുടർച്ചയായി മണിക്കൂറുകളോളം ഊർജ്ജം അകത്തേക്ക് പ്രവഹിച്ചു. രണ്ടാമത്തെ കാരണം അറൈവൽ സ്പീഡും കംപ്രഷനും. സാധാരണ സോളാർ സ്റ്റോമുകൾ 3-4 ദിവസം എടുക്കുമ്പോൾ ഇത് വെറും 17 മണിക്കൂർ കൊണ്ടാണ് എത്തിയത്. അതായത് സെക്കൻഡിൽ 1000 കിലോമീറ്റർ വേഗത. ഇത്രയും വേഗത്തിൽ വന്നിടിക്കുമ്പോൾ ഭൂമിയുടെ മാഗ്നറ്റിക് ഷീൽഡ് വല്ലാതെ കംപ്രസ് ആവുന്നു. ഈ സമ്മർദ്ദം കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിലെ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാകുന്നു. ഫീൽഡ് എത്ര വേഗത്തിൽ മാറുന്നുവോ അത്രയും ശക്തമായിരിക്കും ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി. മൂന്നാമത്തെ കാരണം പ്രീ കണ്ടീഷനിങ്.
കാരിങ്ടൺ ഇവൻ്റ് ഒറ്റപ്പെട്ട ഒന്നായിരുന്നില്ല. അതിന് തൊട്ടു മുമ്പ് നടന്ന ചെറിയ സ്ഫോടനങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ നേരത്തെ തന്നെ അസ്ഥിരപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പിന്നാലെ വന്ന വലിയ അടി താങ്ങാൻ ഷീൽഡിന് കഴിഞ്ഞില്ല. നാലാമത്തെ കാരണമായത് ലോങ് കണ്ടക്ടേഴ്സാണ്. അന്ന് ലോകത്തുണ്ടായിരുന്ന ഒരേ ഒരു സാങ്കേതികവിദ്യ ടെലിഗ്രാഫ് ലൈനുകളായിരുന്നു. യാതൊരു സംരക്ഷണവുമില്ലാതെ മൈലുകളോളം നീളമുള്ള ചെമ്പുകമ്പികൾ. ഇൻഡ്യൂസ്ഡ് കറൻസിന് സഞ്ചരിക്കാൻ ഇതിലും നല്ലൊരു പാത വേറെയില്ല. ഇന്നത്തെ ലോകത്ത് ടെലിഗ്രാഫ് കമ്പികളല്ല, പക്ഷേ അതിലും വലുതും സങ്കീർണമായ മറ്റൊന്നുണ്ട്: നമ്മുടെ പവർ ഗ്രിഡുകൾ. 1859 അതേ കാരിങ്ടൺ ഇവൻ്റ് ഇന്ന് നടന്നാൽ എന്ത് സംഭവിക്കും? അന്തരീക്ഷം കത്തിപ്പോകുമോ? ഇല്ല. ഇലക്ട്രോണിക്സ് പൊട്ടിത്തെറിക്കുമോ? ഇല്ല. യഥാർത്ഥ ഭീഷണി നേരിടുന്നത് പവർ ഗ്രിഡ്സ് ആണ്. ഇന്നത്തെ ഹൈ വോൾട്ടേജ് ലൈനുകൾ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ളവയാണ്. ഒരു വലിയ സോളാർ സ്റ്റോം ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജിയോ മാഗ്നറ്റിക്കലി ഇൻഡ്യൂസ്ഡ് കറൻസ് ഈ ലൈനുകളിലൂടെ ട്രാൻസ്ഫോമറുകളിലേക്ക് ഇരച്ചു കയറുന്നു. ഈ കറണ്ട് ട്രാൻസ്ഫോമറുകളുടെ ഉൾഭാഗം അമിതമായി ചൂടാക്കും. ഇത് ട്രാൻസ്ഫോമറുകൾ ഉരുകാനോ പ്രവർത്തനരഹിതമാകാനോ കാരണമാകും. ഓർക്കുക, ഇത്തരം കൂറ്റൻ ട്രാൻസ്ഫോമറുകൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന സാധനമല്ല. ഇതുണ്ടാക്കിയെടുക്കാൻ മാസങ്ങളോ വർഷങ്ങളോ വേണം. അതായത് ഓരോ സമയത്തും പലയിടത്തും ഗ്രിഡുകൾ തകരാറിലായാൽ കറണ്ട് തിരിച്ചു വരാൻ ആഴ്ചകളല്ല, ചിലപ്പോൾ വർഷങ്ങളെടുത്തേക്കാം. രണ്ടാമത്തെ ഇര സാറ്റലൈറ്റ്സ് ആണ്. ഒന്ന്, റേഡിയേഷൻ കാരണം അവയുടെ ഇലക്ട്രോണിക്സ് തകരാറിലാകും. സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ നിന്ന് താഴേക്ക് വലിക്കപ്പെടാം. ഇത് GPS സിഗ്നലുകളെ ബാധിക്കും. കൃത്യമായ സമയം ആവശ്യമുള്ള ബാങ്കിംഗ്, ഇൻ്റർനെറ്റ് സേവനങ്ങളെ ഇത് താളം തെറ്റിക്കും. എയർലൈൻസ് അവരുടെ റൂട്ടുകൾ മാറ്റേണ്ടി വരും. ധ്രുവപ്രദേശങ്ങളിൽ റേഡിയേഷൻ കൂടുതലായതിനാൽ വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വരും. ഇൻ്റർനെറ്റ് പൂർണ്ണമായി അപ്രത്യക്ഷമാകില്ല, കാരണം ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വൈദ്യുതി കടത്തിവിടില്ല. പക്ഷേ ഇൻ്റർനെറ്റ് പ്രവർത്തിക്കാൻ കറണ്ട് വേണം. പവർ ഗ്രിഡുകൾ തകർന്നാൽ ഇൻ്റർനെറ്റും ഇരുട്ടിലാകും. ഇതൊരു ഫിസിക്കൽ ഡേഞ്ചർ അല്ല, മറിച്ച് ആധുനിക സംവിധാനങ്ങളുടെ സിസ്റ്റമിക് ഡിസ്റപ്ഷനാണ്. ഇതൊക്കെ നടക്കാൻ സാധ്യതയുള്ള കാര്യമാണോ, അതോ വെറും പേടിപ്പിക്കലാണോ? ചരിത്രം പറയുന്നത് ഇത് വീണ്ടും സംഭവിക്കാമെന്നാണ്. ഏറ്റവും വലിയ ഉദാഹരണം 2012 ജൂലൈയിലെ സംഭവമാണ്. കാരിങ്ടൺ ഇവൻറ്റിനോളം പോന്ന അതിശക്തമായ ഒരു CME സൂര്യനിൽ നിന്ന് പുറപ്പെട്ടു. ഭാഗ്യം കൊണ്ട് മാത്രം ഭൂമി അതിൻ്റെ വഴിയിലായിരുന്നില്ല. ഭൂമിയുടെ സ്ഥാനം കുറച്ച് ദിവസങ്ങൾ മാറിയിരുന്നെങ്കിൽ തന്നെ അത് വലിയൊരു ജിയോമാഗ്നറ്റിക് സ്റ്റോം ആയേനെ. 1989 ക്യൂബെക്കിൽ സംഭവിച്ചത് മറ്റൊരു തെളിവാണ്. കാരിങ്ടൺ ഇവൻറ്റിനേക്കാൾ വളരെ ചെറിയൊരു സോളാർ സ്റ്റോമായിട്ടും കാനഡയിലെ ക്യൂബെക് പ്രവിശ്യ മുഴുവൻ 9 മണിക്കൂർ ഇരുട്ടിലായി. ഇതൊന്നും സിമുലേഷനുകളല്ല, യഥാർത്ഥ സംഭവങ്ങളാണ്. 2012 നിയർ മിസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്: സൂര്യൻ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്. കാരിങ്ടൺ ലെവൽ സ്ഫോടനങ്ങൾ ഇനിയും സംഭവിക്കാം. പക്ഷേ പ്രശ്നം പ്രവചനമാണ്. ഒരു CME വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, പക്ഷേ അതിൻ്റെ കയ്യിൽ ആ താക്കോലുണ്ടോ എന്നറിയാൻ അത് ഭൂമിയുടെ തൊട്ടടുത്തെത്തുന്നത് വരെ കാത്തിരിക്കണം. നമുക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: അടുത്ത വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ തയ്യാറാണോ? ഇത്രയും വലിയൊരു അപകടം വരുന്നത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ലേ? ഒരു സോളാർ ഫ്ലെയർ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സോളാർ ടെലിസ്കോപ്പുകൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയും. അത് ഭൂമിക്ക് നേരെയാണോ, എപ്പോഴാണ് എത്തുക എന്നൊക്കെ കണക്ക് കൂട്ടാം. ഇത് കൊടുങ്കാറ്റ് വരാൻ പോകുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ താക്കോൽ, ആ മാഗ്നറ്റിക് ഓറിയൻറ്റേഷൻ, അത് നമുക്ക് കാണാൻ കഴിയില്ല. അത് ആ പ്ലാസ്മ വേഗത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അതറിയണമെങ്കിൽ CME ഭൂമിയുടെ തൊട്ടടുത്ത് ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റിൽ നിൽക്കുന്ന സാറ്റലൈറ്റുകളിൽ തട്ടണം. അവിടെ വച്ച് മാത്രമേ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ നമുക്ക് അളക്കാൻ കഴിയൂ. അവിടെ തട്ടിയാൽ പിന്നെ ഭൂമിയിലേക്ക് എത്താൻ വെറും 15 മുതൽ 60 മിനിറ്റ് വരെ സമയം മാത്രമേ ലഭിക്കൂ. ആലോചിച്ച് നോക്കൂ, ഒരു ചുഴലിക്കാറ്റ് വരുമ്പോൾ നമുക്ക് ദിവസങ്ങൾ മുന്നേ അറിയാം, തയ്യാറെടുക്കാം. പക്ഷേ ഒരു കാരിങ്ടൺ സ്കെയിൽ ഇവൻറ്റിൽ നമുക്ക് കിട്ടുന്നത് പരമാവധി 1 മണിക്കൂറിൽ താഴെ സമയമാണ്. ലോകത്തെ മുഴുവൻ പവർ ഗ്രിഡുകളും ഓഫ് ചെയ്യാനോ സാറ്റലൈറ്റുകൾ സേഫ് മോഡിലേക്ക് മാറ്റാനോ ഈ സമയം മതിയാകുമോ? ഇവിടെ പ്രശ്നം സൂര്യൻ വില്ലനാകുന്നതല്ല. സൂര്യൻ 1859 എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. മാറിയത് നമ്മളാണ്. നമ്മുടെ ഡിപ്പെൻഡൻസിയും ഇൻ്റർ കണക്ടിവിറ്റിയുമാണ് അപകടം വർദ്ധിപ്പിക്കുന്നത്. നമ്മുടെ ആധുനിക ലോകം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിന് മുകളിലാണ്: ഇൻ്റർ കണക്ടിവിറ്റി. കറണ്ട് പോയാൽ ഇൻ്റർനെറ്റും പോകും. ഇൻ്റർനെറ്റ് പോയാൽ ബാങ്കിങ് പോകും. സാറ്റലൈറ്റ് പോയാൽ GPS പോകും. ഇതൊരു ചീട്ടുകൊട്ടാരം പോലെയാണ്. ഒന്ന് വീണാൽ എല്ലാം വീഴും. ഇവിടെ ഭീഷണി ഒരു ഉപകരണം നശിക്കുന്നതല്ല, ഭീഷണി റിക്കവറി ടൈമാണ്. നമ്മുടെ കൂറ്റൻ ട്രാൻസ്ഫോമറുകൾ തകരാറിലായാൽ അത് മാറ്റി സ്ഥാപിക്കാൻ ദിവസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ വേണ്ടിവരും. അത്രയും നാൾ വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പേടിക്കേണ്ടത് സൂര്യൻ്റെ ചൂടിനെയല്ല, നമ്മൾ ഉണ്ടാക്കിയ ആ സിസ്റ്റത്തിൻ്റെ ദുർബലതയെയാണ്. 1859 ടെലിഗ്രാഫ് കമ്പികൾ കത്തി നശിച്ചു. 2026 ജനുവരി 19 നമ്മുടെ സാറ്റലൈറ്റുകളും ഗ്രിഡുകളും വിറച്ചു. പക്ഷേ അപകടം കഴിഞ്ഞിട്ടില്ല.
നമ്മളിപ്പോൾ നിൽക്കുന്നത് സോളാർ മാക്സിമത്തിൻ്റെ ഉച്ചസ്ഥായിയിലാണ്. സൂര്യൻ അതിൻ്റെ ഏറ്റവും അക്രമാസക്തമായ ഘട്ടത്തിലൂടെയാണ് ഈ വർഷം കടന്നു പോകുന്നത്. ജനുവരി 19 പോലുള്ള സംഭവങ്ങൾ ഒരു കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. സോളാർ മാക്സിമം സമയത്ത് ശക്തമായ സ്റ്റോം സാധ്യത ഉയരും. പക്ഷേ അതിൻ്റെ വലുപ്പവും ആഘാതവും CMEയുടെ മാഗ്നറ്റിക് ഓറിയൻറ്റേഷനിൽ ആശ്രയിച്ചിരിക്കും. പ്രപഞ്ചത്തിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇറ്റ്സ് ഇൻഫോ ടൈം സൈനിങ് ഓഫ്.